അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ രോഗങ്ങളൊക്കെ അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവിധ കടങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും അല്ലാഹു തആല തീർത്ത് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുത്തുമുഅ്മിനീങ്ങൾ നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കെല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആളുകളും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളിലേക്കും എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ചില സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൃശൂർ ജില്ല മുതൽ കാസർഗോഡ് വരെ വരുന്ന വ്യാഴാഴ്ചയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലുള്ളവരാണ്. ആരുമാവട്ടെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, ഒരുപാട് മുസ്ലിം സഹോദരിമാർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് അനുയോജ്യമായ ആളുകളെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുപോലെ മുസ്ലിം സഹോദരിമാർ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ആരും മുടക്കരുത്. അതിലൊക്കെ ശ്രദ്ധ പുലർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സഹോദരിമാർ ചോദിച്ച ചോദ്യമാണ്, ഉസ്താദേ, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മഷി നമ്മുടെ വിരലിൽ ഉണ്ടാകുമല്ലോ, അപ്പൊ നമ്മുടെ വുളു ശരിയാകുമോ? അതുപോലെ നിർബന്ധമാവുന്ന കുളി, ജനാബത്ത് കുളി, ഹൈദ് കുളി ഒക്കെ ഉള്ള ആളുകളുടെ അത് ശരിയാകുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ചോദിച്ച സഹോദരിമാരുണ്ട്. പ്രിയമുള്ളവരെ, കുഴപ്പമില്ല. വോട്ട് ചെയ്തതിന്റെ പേരിൽ, ആ മഷി കയ്യിലുണ്ടായതിന്റെ പേരിൽ നമ്മുടെ വുളുവിന് ഒന്നും സംഭവിക്കുകയില്ല. നമ്മുടെ കുളിക്കും അതുപോലെ സംഭവിക്കുകയില്ല. കാരണം അതിന്റെ തടി നമ്മുടെ കയ്യിൽ ശേഷിക്കുന്നില്ല. ആ നിറം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അത് മൈലാഞ്ചി പോലെയാണ്. മൈലാഞ്ചി നമ്മളൊക്കെ ഇടുമ്പോ അതിന്റെ തടി നമ്മുടെ കയ്യിൽ ശേഷിക്കുന്നില്ലല്ലോ, നിറം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ വിധിയാണ് ഇതിനുമുള്ളത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് ആരും പേടിക്കേണ്ട. പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, റബ്ബർ പാലിന്റെ പശ, അതുപോലെ പിന്നെ ചുണ്ണാമ്പ്, അതുപോലെ കളറുകൾ, പെയിന്റുകളൊക്കെ നമ്മുടെ മേത്തുണ്ടെങ്കിൽ അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നാം വുളു ചെയ്യുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും ചെയ്യണം. അത് നാം ആദ്യം ശ്രദ്ധിക്കണം. പക്ഷെ വോട്ടിന്റെ മഷി കയ്യിലുണ്ടായത് കൊണ്ട് വുളുഇനോ നമ്മൾ നിർബന്ധമായിട്ടുള്ള മറ്റു കർമ്മങ്ങൾക്കോ ഒന്നും സംഭവിക്കുകയില്ല. കുളിയും വുളുവൊക്കെ ശരിയാകും. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജയികളെ എണ്ണിയ കൂട്ടത്തിൽ സ്വർഗം നൽകുന്ന, അതായത് സ്വർഗത്തിന് 8 കവാടമുണ്ട്, ആ 8 കവാടവും കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ആളുണ്ട്. ആരാണ് അറിയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ വുളു ചെയ്ത്, പൂർണ്ണമായി വുളു ചെയ്തതിന് ശേഷം, നമുക്കറിയാമല്ലോ ചെറിയ ദുആയുണ്ട് ഇല്ലേ? മദ്രസയിൽ നിന്നൊക്കെ നമ്മൾക്ക് പഠിച്ചു വരുന്ന ആളുകളാണ്. 2ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ആളുകളാണ്. ഏതാണ് ദുആ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന വജ്അൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ല്ലേ? എല്ലാ ആളുകൾക്കും അറിയാം. ഈ ദുആ ഒരാൾ പതിവാക്കിയ, വുളുവിന് ശേഷം പതിവാക്കിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ കൂടി അവനക്ക് കടക്കാൻ പറ്റുമെന്ന, അവനാണ് വിജയിച്ച ആളുകൾ. അല്ലേ? എന്ന് പറഞ്ഞ നമുക്ക് വിജയത്തിന്റെ ആളുകൾ ആരാണ് വിജയിക്കുക, ആരാ പരാജയപ്പെടുക എന്ന് എലക്ഷൻ നടക്കുന്നവിടെയൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ വിജയിക്കേണ്ടത് ആഖിറത്തിലാണ്, സ്വർഗത്തിലാണ്.
എന്നാൽ വിജയിക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. ആഖിറത്തിൽ ആ വിജയമാണ് ഏറ്റവും വലിയ വിജയം. അള്ളാഹു ആ വിജയികൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വുളൂ ചെയ്തതിന് ശേഷം പരിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ 5 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്തുണ്ട്. ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അവനക്ക് അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുന്നതും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതും. ഒരുപാട് നേട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ് ആ സൂറത്ത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. റുബുഉൽ ഖുർആൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സൂറത്തിനെ കുറിച്ച്. അഥവാ ഒരു മനുഷ്യൻ പരിപൂർണമായ നിയ്യത്തോടുകൂടെ, നല്ല നിയ്യത്തോടുകൂടെ പരിശുദ്ധ ഖുർആൻ 4 ഭാഗം ഓതിയതിന്റെ കൂലി ഇവൻ ഈ സൂറത്ത് 4 പ്രാവശ്യം ഓതി അവന് കിട്ടുമെന്നാണ്. ഈ സൂറത്ത് ഓതിയാൽ അവനിക്ക് ലഭിക്കുമെന്നാണ്. അത്രയും പ്രധാനപ്പെട്ട മഹത്തായ സൂറത്താണ്. ഏതാണ് ആ സൂറത്ത്? ആ സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. മുമ്പ് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഫലമുണ്ട് ഈ സൂറത്തിന്. മനസ്സിലാക്കണം, റുബുഉൽ ഖുർആൻ എന്ന പുണ്യബി ഞങ്ങൾ പഠിപ്പിച്ചതാണ്. 4 ഭാഗം ഓതിയതിന്റെ പ്രതിഫലം ഈ സൂറത്ത് നാം ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ വുളു എടുത്തതിന് ശേഷം 4 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ അവനക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആദ്യമായി വുളു എടുത്തതിന് ശേഷം 1 പ്രാവശ്യം ഈ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അവനിക്ക് സിദ്ദീഖീൻ, അവൻ നാളെ സ്വർഗത്തിൽ സിദ്ദീഖീങ്ങളോടുകൂടെ, സത്യവാന്മാരോടുകൂടെ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഇനി 2 പ്രാവശ്യം വുളു എടുത്തതിന് ശേഷം ഓതിയിട്ടുണ്ടെങ്കിലോ അവനെ അല്ലാഹു തആല സ്വർഗത്തിൽ ശുഹദാക്കളോടൊപ്പം, രക്തസാക്ഷികളോടുകൂടെ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. അള്ളാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി 3 പ്രാവശ്യം ഓതിയാലോ? വുളു എടുത്തതിന് ശേഷം 3 പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ ഒരു മനുഷ്യൻ ഓതിയാൽ അള്ളാഹു അവനെ അമ്പിയാക്കളോടുകൂടെ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല എന്ന് തുടങ്ങി ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഈ സൂറത്തിന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ കാണാൻ കഴിയും നമുക്ക്. യാത്ര പുറപ്പെടുന്ന സമയത്ത്, ഒരാൾ യാത്ര പോവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത്, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ, ഒരൊറ്റ പ്രാവശ്യം ഓതി കഴിഞ്ഞാൽ അവൻ എന്ത് ആവശ്യമാണ്, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് അവൻ ആ യാത്രയിൽ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ആ വിചാരിച്ച കാര്യം അത് നേടിയെടുക്കാൻ അവനെ കൊണ്ട് കഴിയുമെന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു നേട്ടമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, ഒരാൾ 100 തവണ ഈ സൂറത്ത് പതിവാക്കിയാൽ, എല്ലാ ദിവസവും 100 പ്രാവശ്യം ഈ സൂറത്ത് പതിവാക്കിയിട്ടുണ്ട് എങ്കിൽ, എന്നിട്ട് അവൻ അള്ളാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും, എന്ത് ദുആ ചെയ്താലും അവന്റെ ദുആഇനെ അള്ളാഹു തആല സ്വീകരിക്കുമെന്നാണ്. ഈ സൂറത്ത് ഓതിയിട്ട് 100 പ്രാവശ്യം ഓതിയിട്ട് ദുആ ചെയ്യുക, എന്നാൽ അവന്റെ ദുആ അള്ളാഹു തആല സ്വീകരിക്കുമെന്നാണ്. അള്ളാഹു ആ വിഭാഗത്തെ നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈ സൂറത്തുൽ ഖദ്ർ ഒരാൾ 1000 പ്രാവശ്യം ഓതണം. ഇങ്ങനെ അറിയാവുന്ന സലാത്ത്, ഏതാണോ സലാത്ത് അറിയുന്നെങ്കിൽ ആ സലാത്ത് ഓതി അതിനുശേഷം ഈ സൂറത്ത് 1000 പ്രാവശ്യം ഓതിയതിനു ശേഷം വീണ്ടും അറിയാവുന്ന സലാത്ത് അവൻ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അവൻ കിടന്നുറങ്ങിയാൽ അന്നത്തെ ആ ഉറക്കത്തിലെ ആ സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവന് കാണാൻ ലഭിക്കുമെന്നാണ്, കാണാൻ ഭാഗ്യം കിട്ടുമെന്നാണ്. അള്ളാഹു ആ ഭാഗ്യവാന്മാർ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞില്ല, ഉലമാക്കളെ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. എന്താ ഉലമാക്കൾ പറയുന്നത്? ഒരാൾ മരണപ്പെട്ടു, എന്നിട്ട് അവനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത്, ആണാവട്ടെ പെണ്ണാവട്ടെ, ഖബറിലേക്ക് കൊണ്ട് വെക്കുമല്ലോ, ആ വെക്കുന്ന സമയത്ത് ഒരു പിടി മണ്ണെടുത്ത് ആ മണ്ണിലേക്ക് ഈ സൂറത്തുൽ ഖദ്ർ 7 പ്രാവശ്യം ഓതി മന്ത്രിച്ച് ഊതിയതിനു ശേഷം അവന്റെ കവിളിന്റെ ഭാഗത്തോട് ചേർത്ത് ഈ മണ്ണ് വെച്ച് അവനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ലാ ഹിസാബ ഫിൽ ഖബരി, ഖബറിൽ പിന്നെ അവനക്ക് ശിക്ഷയില്ല എന്നാണ് ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഖബറിൽ അല്ലാഹു ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, ആ ചോദിക്കുന്ന സമയത്ത് ശിക്ഷയുടെ സന്ദർഭം അവനക്ക് വരും. ആ സന്ദർഭത്തിൽ ആ ശിക്ഷ അല്ലാഹു തആല അവനക്ക് ലഘൂകരിച്ചു കൊടുക്കുമെന്നാണ്. മാത്രമല്ല അതുപോലത്തെ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഒരാൾ മരണപ്പെട്ടു, ആ ഖബറടക്കം കഴിഞ്ഞ് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് 40 പ്രാവശ്യം സൂറത്തുൽ മുൽക്ക് ഓതിയതിനു ശേഷം അവന് വേണ്ടി ദുആ ചെയ്താൽ ആ ഖബറിൽ അവനക്ക് ശിക്ഷയുണ്ടാവുകയില്ല എന്ന്
ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മഹത്വം നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഖദ്റും സൂറത്തുൽ മുൽക്കൊക്കെ. അതുകൊണ്ട് എല്ലാ ആളുകളും അതൊക്കെ പഠിച്ചു വെക്കണം. മാത്രമല്ല സൂറത്തുൽ മുൽക്കിന്റെ മറ്റൊരു മഹത്വമായിട്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ നിസ്കാര ശേഷവും സൂറത്തുൽ ഖദ്ർ ഒരാൾ പതിവാക്കിയാൽ അവനക്ക് അല്ലാഹു തആല ധാരാളമായി സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. സമ്പത്തിൽ വർധനവുണ്ടാവും. അവന്റെ ജോലിയിൽ, അവന്റെ ബിസിനസ്സിലൊക്കെ അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുക്കുമെന്നാണ്. അതിന് ചെയ്യേണ്ടത് എന്താ? എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം സൂറത്തുൽ ഖദ്ർ പതിവാക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മാത്രമല്ല, കഴിഞ്ഞില്ല, ഉലമാക്കളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയതായ വസ്ത്രം ധരിക്കുന്ന സമയത്ത്, നമുക്ക് പുതുവസ്ത്രം ധരിക്കുന്നവരാണല്ലോ, ആ പുതുവസ്ത്രം ധരിക്കുമ്പോൾ അത് തോർത്താവട്ടെ, മുണ്ടാവട്ടെ, ബനിയനാവട്ടെ, തൊപ്പിയാവട്ടെ, ഏത് വസ്ത്രമാണെങ്കിലും വേണ്ടില്ല. പെണ്ണുങ്ങളാണെങ്കിൽ ചുരിദാറാവട്ടെ, പർദ്ദയാവട്ടെ, ഇനി ഹിജാബാവട്ടെ, ഏത് വസ്ത്രമാണോ ധരിക്കുന്നത്, ആ ധരിക്കുന്നതിന്റെ തുടക്കത്തിൽ ഈ സൂറത്തുൽ ഖദ്ർ ഓതിയതിന് ശേഷം ആ വസ്ത്രം ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവനിക്ക് അല്ലാഹു തആല എല്ലാവിധ ഖൈറും അവനിക്കോ അല്ലെങ്കിൽ അവൾക്കോ അല്ലാഹു തആല നൽകുമെന്നാണ് ഉലമാക്കളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ സൂറത്താണ്. മനസ്സിലായില്ലേ? അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. ആരും പാഴാക്കരുത്. എല്ലാ ആളുകളും ഇതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. മാത്രമല്ല ഈ സൂറത്ത് ഓതിയിട്ട് അവന്റെ 2 കൈയിന്റെ തള്ളവിരലുണ്ടല്ലോ, 2 കൈയിന്റെ തള്ളവിരലിൽ സൂറത്തുൽ ഖദ്ർ ഒരു പ്രാവശ്യം ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ മന്ത്രിച്ചതിന് ശേഷം അവന്റെ കണ്ണിങ്ങനെ തടവുക. ഇങ്ങനെ 3 പ്രാവശ്യം തടവിയിട്ടുണ്ടെങ്കിൽ കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫ നൽകുമെന്നാണ്. അല്ലാഹു കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ വേണ്ട? ഒരു പ്രാവശ്യമേ നമ്മൾ ഓതുണ്ടു സൂറത്തുൽ ഖദ്ർ. എന്നിട്ട് മന്ത്രിച്ചൂരി കണ്ണിങ്ങനെ തടവുക. എന്നാൽ നമ്മുടെ എല്ലാ കണ്ണ് സംബന്ധമായ, പ്രത്യേകം കണ്ണ് രോഗമുള്ള ആളുകളുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവുള്ള ആളുകൾ, അതുപോലെ ചെങ്കണ്ണുള്ള ആളുകൾ, കണ്ണ് കുരുവുമായി വന്നിട്ട്, അതുപോലെ പല കണ്ണ് മങ്ങിച്ച, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രയാസം പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, അവരെ കണ്ണ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫ നൽകുമെന്നാണ്. മാത്രമല്ല സുബഹി നമസ്കാരത്തിന് ശേഷം ഈ സൂറത്തുൽ ഖദ്ർ ഒരാൾ 7 പ്രാവശ്യം പതിവാക്കുക. ഒരു ദിവസമോ 2 ദിവസമോ അല്ല, 7 പ്രാവശ്യം തുടർച്ചയായി പതിവാക്കി അവൻ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ എല്ലാ ആപത്തുകളിൽ നിന്നും അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. മാത്രമല്ല അവന്റെ റിസ്ക് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാത്രമല്ല, അവന്റെ പാർപ്പിടം, അവന്റെ ബിസിനസ്, ജോലി, എല്ലാത്തിലും അല്ലാഹു തആല വലിയ ബറക്കത്ത് നൽകുമെന്നാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു തആല അവനെ സംരക്ഷിക്കുമെന്നാണ് മഹത്തുക്കളെ പഠിപ്പിക്കുന്നത്. എല്ലാ ആളുകളും സൂറത്തുൽ ഖദ്ർ ഓതുക. ഇതാ നാം ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്, ചെറിയ സൂറത്താണ്. നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ ഖദ്ർ ഞാൻ ഓതി കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, ചെറിയ സൂറത്താണ്. എല്ലാ ആളുകളും ഓതുക. നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓതി ഇൻഷാ അല്ലാഹ് ആ മാർത്ത നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാ ആളുകളും ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇതാണ് സൂറത്തുൽ ഖദ്ർ. എല്ലാ ആളുകളും അതിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ഓതുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആളുകൾക്കും ഈ പറഞ്ഞ ഗുണഫലങ്ങൾ അല്ലാഹു ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാ നല്ല മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.